തമിഴ്നാട് തിരുപ്രംകുന്றம் ക്ഷേത്രത്തിൽ കാർത്തിക ദീപം തെളിയിക്കൽ വിഷയത്തിൽ തമിഴ്നാട് സർക്കാരിന് കനത്ത തിരിച്ചടി. ക്ഷേത്രത്തിൽ ഭരണസമിതിക്ക് കാർത്തിക ദീപം കൊളുത്താമെന്ന് മദ്രാസ് ഹൈക്കോടതി ഉത്തരവിട്ടു. ക്ഷേത്ര ഭാരവാഹികൾക്ക് ഇതിനുള്ള അനുമതി സംസ്ഥാന സർക്കാർ നിഷേധിച്ചിരുന്നു. ദീപം തെളിയിച്ചാൽ സമാധാനം തകരുമെന്ന വാദം അവിശ്വസനീയമെന്നും കോടതി വിലയിരുത്തി. വിവരങ്ങളുമായി ശ്രീകാന്ത് ചേരുകയാണ്. ശ്രീകാന്ത്, വളരെ സുപ്രധാനമായ വിധി മദ്രാസ് ഹൈക്കോടതി പുറപ്പെടുവിക്കുമ്പോൾ ഹൈന്ദവ വിശ്വാസികളുടെ വലിയ വിജയം എന്ന് തന്നെയല്ലേ നമ്മൾ പറയേണ്ടത്? മംഗത്തിന്റെ സമാധിയിൽ തൊഴാന പുഷ്പാഞ്ജലിയാണ്. അതുകൊണ്ട് പ്രധാനമായ വിവരം, ഏറ്റവും സുപ്രധാനമായ വാർത്ത ഇപ്പോൾ തമിഴ്നാട്ടിൽ നിന്നും വരുന്നത് തിരുപ്പുറംകുന്றம் മല മുകളിൽ അവിടെ ദർഗയ്ക്ക് സമീപമുള്ള കൽത്തൂണിൽ തന്നെ ദീപം തെളിയിക്കാൻ ഇപ്പോൾ ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ച് ഉത്തരവിട്ടിരിക്കുന്നു എന്നുള്ളതാണ്. സ്റ്റാലിൻ സർക്കാരിന് കനത്ത തിരിച്ചടി ഈ വിഷയത്തിൽ സംഭവിച്ചിരിക്കുന്നു എന്നുള്ളത് ഈ ഘട്ടത്തിൽ പറയേണ്ടതാണ്. കോടതിയുടെ രൂക്ഷ വിമർശനത്തോടെയാണ് കോടതി ഈ ഉത്തരവ് പുറപ്പെടുവിച്ചിട്ടുള്ളത്. ദർഗയ്ക്ക് സമീപത്തെ കൽത്തൂണിൽ തന്നെ ദീപം തെളിയിക്കാം എന്ന് കോടതി പറയുന്നു. സർക്കാർ അനാവശ്യ ഭീതി പരത്തുന്നു എന്ന് കോടതി പറയുന്നു. ഉയർന്ന സ്ഥലത്ത് ദീപം തെളിയിക്കുന്നത് വിശ്വാസികൾക്ക് കാണാൻ വേണ്ടിയാണ് എന്ന് ഡിവിഷൻ ബെഞ്ച് ചൂണ്ടിക്കാട്ടുന്നു. ദീപം തെളിയിച്ചാൽ സമാധാനം തകരുമെന്ന വാദം അസംബന്ധമാണെന്ന് കോടതി പറയുന്നു. ജില്ലാ ഭരണകൂടവും ദേവസ്വം ബെഞ്ചും നൽകിയ അപ്പീലിലാണ് സുപ്രധാനമായ വിധി. ദീപം തെളിയിച്ചാൽ സമാധാനം തകരും എന്ന വാദം അവിശ്വസനീയമാണെന്ന് കോടതി പറയുന്നു. വിശ്വാസികളുടെ ആവശ്യം അംഗീകരിക്കാത്തതിന് മതിയായ കാരണങ്ങളില്ല എന്ന് ഡിവിഷൻ ബെഞ്ച് ചൂണ്ടിക്കാട്ടുന്നു. സമുദായങ്ങൾക്കിടയിൽ അവിശ്വാസം വളർത്താനാണ് സർക്കാർ ശ്രമിക്കുന്നത് എന്ന ഗുരുതരമായ നിരീക്ഷണം ഇതിൽ ഉണ്ട്. സർക്കാർ തന്നെ അസ്വസ്ഥത സ്പോൺസർ ചെയ്താൽ സമാധാനം തകരും എന്നും കോടതി ചൂണ്ടിക്കാട്ടുന്നു. അത്തരം തരംതാണ പ്രവൃത്തി ഈ സർക്കാർ ചെയ്യില്ല എന്ന് ആഗ്രഹിക്കുന്നതായും കോടതി ചൂണ്ടിക്കാട്ടുന്നു. ക്ഷേത്ര തൂണിൽ തന്നെയാണ് ദീപം തെളിയിക്കേണ്ടതെന്നും കൂടുതൽ പേർ അവിടേക്ക് പോകരുതെന്നും ദീപം തെളിയിക്കുന്നതിന് ജില്ലാ കളക്ടർ മേൽനോട്ടം വഹിക്കണമെന്നും ഇപ്പോൾ കോടതി ഉത്തരവിട്ടിട്ടുണ്ട്. അതായത് മുത്തുവേൽ കരുണാനിധി സ്റ്റാലിന് കനത്ത തിരിച്ചടി. ഈ സനാതനധർമ്മം അത് മലേറിയയാണ്, ഡെങ്കു ആണ്, പകർച്ചവ്യാധി പോലെയാണ് എന്ന് പറഞ്ഞ ഉദയനിധി സ്റ്റാലിനും മുത്തുവേൽ കരുണാനിധി സ്റ്റാലിനും ഇപ്പോൾ ഡിവിഷൻ ബെഞ്ചിൽ നിന്നും തിരിച്ചടി. ഇന്ത്യ സഖ്യത്തിനൊപ്പം ചേർന്ന് വയനാട് MP പ്രിയങ്ക ഗാന്ധി അടക്കം ഈ വിഷയത്തിൽ ഇടപെട്ടതാണ്. അത് ഹിന്ദു വിഭാഗത്തിന്, മുരുക ഭക്തർക്ക് അനുകൂലമായ ഒരു വിധി പുറപ്പെടുവിച്ച ജസ്റ്റിസ് G സ്വാമിനാഥനെ ഇംപീച്ച് ചെയ്യണമെന്നാവശ്യപ്പെട്ട് ലോക്സഭാ സ്പീക്കർക്ക് കത്ത് നൽകിയ വ്യക്തി കൂടിയാണ് വയനാട് MP പ്രിയങ്ക ഗാന്ധി. ഡിവിഷൻ ബെഞ്ചിന്റെ ഈ ഉത്തരവ് പ്രിയങ്ക ഗാന്ധിക്ക് കൂടിയേറ്റ തിരിച്ചടിയാണ്. മുസ്ലിം ലീഗ് അടക്കമുള്ള രാഷ്ട്രീയ പാർട്ടികൾ ഇതിനൊപ്പം ചേർന്നിരുന്നു. ഒപ്പം ശിവസേന, മഹാരാഷ്ട്രയിൽ നിന്നുള്ള ഹൈന്ദവ പാർട്ടി എന്നൊക്കെ തന്നെ പറഞ്ഞിരുന്ന ശിവസേന ഈ ഇന്ത്യ സഖ്യത്തിനൊപ്പം ചേർന്ന് മുരുക ഭക്തർക്കെതിരായി നീക്കം നടത്താൻ പ്രിയങ്ക ഗാന്ധിക്ക് പിന്തുണ നൽകിയതാണ്. ഓർക്കണം, കോൺഗ്രസ് പോലെ ഒരു പാർട്ടിയാണ് ഹിന്ദുക്കൾക്കെതിരെ, മുരുക ഭക്തർക്കെതിരെ തമിഴ്നാട്ടിൽ നീങ്ങിയത്. ആ മുഴുവൻ സഖ്യത്തിനും, ഇന്ത്യ സഖ്യത്തിനും ആ സംവിധാനത്തിനും DMKയ്ക്കും സ്റ്റാലിനും കനത്ത തിരിച്ചടി. എവിടെയാണോ ദീപം തെളിയിക്കാൻ അനുവദിക്കില്ല എന്ന് സ്റ്റാലിൻ പറഞ്ഞത്, അവിടെ സ്റ്റാലിന്റെ ഉദ്യോഗസ്ഥർ പോയി ദീപം തെളിയിക്കാൻ ഒപ്പം നിൽക്കണം എന്ന് ഡിവിഷൻ ബെഞ്ച് ഉത്തരവിടുന്നു. ശ്രീകാന്ത്, നമുക്കറിയാം നേരത്തെയും ഹൈന്ദവ വിശ്വാസത്തെ ചേർത്ത് പിടിച്ചുകൊണ്ട് കോടതി നിരീക്ഷണം നടത്തിയിരുന്നു. പക്ഷെ അപ്പോഴും ഹൈന്ദവ ആചാരത്തെ, വിശ്വാസത്തെ എല്ലാം ഹനിച്ചുകൊണ്ടുള്ള ഒരു നീക്കമാണ് സ്റ്റാലിൻ സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടായത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ സുപ്രധാനമായ വിധി വരുമ്പോൾ ആ വിധിയെ സംരക്ഷിക്കാൻ അല്ലെങ്കിൽ ഹൈന്ദവ വിശ്വാസത്തെ അംഗീകരിക്കാൻ ഇവർ തയ്യാറാകുമെന്ന് തോന്നുന്നുണ്ടോ ശ്രീകാന്ത്? അതോ അതിനെ മറികടക്കാനുള്ള ശ്രമമായിരിക്കുമോ ഇനി ഉണ്ടാവുക? കോടതി ഹിന്ദു വിശ്വാസത്തെ ചേർത്ത് പിടിക്കുകയല്ല ചെയ്തത്. കോടതി എന്താണോ നിയമം, എന്താണോ നീതി, ചട്ടപ്രകാരം എന്താണോ ചെയ്യേണ്ടത് അത് കോടതി ചെയ്തു എന്നുള്ളതാണ് അതിൽ പറയേണ്ടത്. കോടതിയെ സംബന്ധിച്ചിടത്തോളം കോടതി ഏതെങ്കിലും ഒരു ഭാഗത്തേക്ക് തിരിയുകയോ മറിയുകയോ ചെയ്യുന്ന ഒരു രീതിയില്ല. കോടതി അതിന്റെ ന്യായം പരിശോധിച്ചാണ് ജസ്റ്റിസ് G സ്വാമിനാഥൻ ആ വിധി പുറപ്പെടുവിച്ചത്. രാജി ചോദിച്ചത് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യമാണ്, അവരത് അംഗീകരിക്കുമോ എന്നുള്ളത്. ഇന്നത്തെ സ്റ്റാലിൻ സർക്കാരിനെ കുറിച്ചാണെങ്കിൽ ഇല്ല എന്ന് പറയേണ്ടി വരും. സുപ്രീം കോടതിയിലേക്ക് അപ്പീൽ പോകാനുള്ള സാധ്യത അവരുടെ മുന്നിലുണ്ട്. പക്ഷേ ഇന്നത്തെ ഈ ഡിവിഷൻ ബെഞ്ചിന്റെ വിധി സുപ്രീം കോടതി ഓവർ റൂൾ ചെയ്യുമോ എന്നുള്ളത് സംശയമാണ്. കാരണം
കൃത്യമായി അതിനകത്ത് പറയുന്നുണ്ട്. ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ ആ കൽത്തൂണിന്റെ പഴക്കമടക്കം പരിശോധിക്കണമെന്നും ഈ ദർഗയ്ക്ക് മുൻപ് ആ കൽത്തൂൺ അവിടെ ഉണ്ടായിരുന്നു എന്നതടക്കം നോക്കണം എന്നുമൊക്കെ തന്നെ ആ വിധിയിലുണ്ട്. അത് വിധിയുടെ പകർപ്പ് വരാനിരിക്കുന്നതേയുള്ളൂ. അങ്ങനെയെങ്കിൽ രാം ജന്മഭൂമി പ്രക്ഷോഭത്തിന് തുല്യമായ ഒരു രീതിയിലേക്ക് കാര്യങ്ങൾ പോകാനുള്ള സാധ്യത പോലും തമിഴ്നാട്ടിൽ തിരുപ്പുറം കുണ്ട്രത്തിൽ ഇപ്പോൾ ഉടലെടുത്തിട്ടുണ്ട്. ശരി ശ്രീകാന്ത് സൂചിപ്പിച്ചതുപോലെ കോടതി എന്താണോ അവിടെ നടക്കേണ്ടത്, എന്താണോ അവിടെ നടന്നിരുന്നത് അത് അംഗീകരിക്കുകയാണ്. അല്ലാതെ ഹൈന്ദവ വിശ്വാസത്തെ ചേർത്ത് പിടിക്കുക എന്ന് പറഞ്ഞാൽ അത് ഒരുപക്ഷെ തെറ്റിപ്പോകും. കാരണം എന്താണോ അവിടെ നടപ്പിലാക്കേണ്ടത് അത് തന്നെയാണ് കോടതി നടപ്പിലാക്കാൻ ശ്രമിക്കുന്നത് എന്നുള്ളതാണ് തമിഴ്നാട് സർക്കാരിന്. തിരുപ്പുറം കുണ്ട്രം വിഷയത്തിൽ കനത്ത തിരിച്ചടി നേരിട്ടിരിക്കുകയാണ്. ക്ഷേത്രത്തിൽ ഭരണസമിതിക്ക് കാർത്തിക ദീപം കൊളുത്താമെന്നാണ് മദ്രാസ് ഹൈക്കോടതിയുടെ ഉത്തരവ്. എന്തായാലും സ്റ്റാലിൻ സർക്കാർ ഇത് അംഗീകരിക്കുമോ എന്നുള്ളതാണ് ഇനി കണ്ടറിയേണ്ടത്.